ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ മുഖത്തിൻ്റെ സൗന്ദര്യം നിലനിർത്താനായിട്ട് അല്ലെ മുഖത്തിൻ്റെ യുവത്വം നിലനിർത്താനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാം? അതിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാം. ഞാൻ സ്കിൻ കെയർ പലതും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്താണ് ഉള്ളിലേക്ക് കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ വർഷങ്ങളായിട്ട് കഴിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് എനിക്ക് 30 ഇയേഴ്സ് ക്രോസ് ചെയ്തോ അപ്പം മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. ഇത് നമ്മളുടെ കൊളാജിൻ ബൂസ്റ്ററാണ്. ഇതാണ് ഞാൻ കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് കഴിക്കുന്ന ഒരു ഡ്രിങ്ക്. ഇതുപോലെ പല ഡ്രിങ്ക് കഴിക്കാറുണ്ട്. ഞാൻ അതെല്ലാം നിങ്ങൾക്ക് ഒന്നായിട്ട് കാണിച്ചു തരാം. ഇന്ന് ഇതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതാണ് ഞാൻ മോസ്റ്റ്ലി ഉപയോഗിക്കുന്ന ഒരു കാര്യം. ഇത് 2 രീതിയിൽ നമുക്ക് കഴിക്കാം. നമുക്ക് വീഡിയോ കാണാം എങ്ങനെയാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നതെന്ന്. ഇത് നല്ല ഒരു സാധനമാണ് കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് 15 ദിവസം കുടിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഗ്ലോയും ചുളിവുകൾ പോകുന്നതും നിങ്ങളുടെ സ്കിന്നിലേക്ക് യുവത്വം വരുന്നതും ഒക്കെ കാണാൻ പറ്റും. ഇത് മറക്കാതെ ദിവസവും കുടിക്കുക. ഞാനിത് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാം. നമുക്ക് വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. നമ്മളുടെ ഗ്ലൂട്ടത്തിയോൺ ഡ്രിങ്കിലേക്ക് നമ്മൾക്ക് വേണ്ട പൗഡർ ഉണ്ടാക്കേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ബദാമാണ്. ഇത് ഞാൻ ഒരു 150 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് മുരിങ്ങയുടെ പൗഡറാണ്. മുരിങ്ങയുടെ ഇല ഉണക്കി പൊടിച്ച പൗഡറാണ്. ഇത് വന്നിട്ട് ഇരട്ടി മധുരത്തിന്റെ പൗഡറാണ്, ലിക്വറൈസിന്റെ പൗഡറാണ്. പിന്നെ നമുക്ക് വേണ്ട നെല്ലിക്കയുടെ പൗഡറാണ്. ഇത് മാത്രം 30 ഗ്രാമും ബാക്കിയെല്ലാം 50 ഗ്രാമുമാണ്. ഇത് ബീട്രൂട്ടിന്റെ പൗഡറാണ്. ഉണക്കി പൊടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ ഈ കളറിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾക്ക് ആദ്യം ആൽമണ്ട്, ബദാം റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ മാത്രം റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ബദാം നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യുകയും ആന്റി ഏജിങ്ങിൽ നമ്മളുടെ ഏജിങ് ആകുന്ന പ്രോസസ്സിനെ, ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, ഡൾനെസ് ഒക്കെ വരാതെ കാത്തു സൂക്ഷിക്കുകയും ഡീടോക്സിഫിക്കേഷൻ, നമ്മുടെ ലിവർ ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നതിനെ സഹായിക്കുകയും ടോക്സിൻസിനെ ക്ലിയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾക്ക് സ്ട്രെങ്ത് കൊടുത്ത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്ത് ഓവറോൾ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ടിനെ റെഡ്യൂസ് ചെയ്യാനും പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ സൺ എക്സ്പോഷർ കൊണ്ടുണ്ടായ സൺ ടാനിനെ, ആക്നെ മാർക്കിനെ, ഹോർമോണൽ ഇഷ്യൂസിനെ ഒക്കെ കുറയ്ക്കാനായിട്ട് ഇത് കഴിക്കുന്നത് നമ്മളെ സഹായിക്കുന്നതാണ്. നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ചെറുതായിട്ടൊന്ന് ക്രഷ് പൊടി അങ്ങനെ ഒന്ന് എടുത്താൽ മതിയാവും. അതും ബീട്രൂട്ടിന്റെ പൗഡർ 50 ഗ്രാമും മുരിങ്ങയുടെ പൊടി, മുരിങ്ങയിലയുടെ പൊടി 50 ഗ്രാമും ഇരട്ടി, ഇത് നെല്ലിക്കയാണ്, നെല്ലിക്കയുടെ പൊടി 30 ഗ്രാം മതി, ഒരുപാട് കോൾഡ് ആകണ്ട. അത് ലിക്വറൈസിന്റെ പൗഡർ, ഇരട്ടി മധുരത്തിന്റെ പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുരിങ്ങയില വിറ്റമിൻ സിയിൽ ഒരുപാട് റിച്ച് ആയതുകൊണ്ട് നമ്മളുടെ കൊളാജിൻ പ്രൊഡക്ഷനെ, ന്യൂ കൊളാജിനെ ബിൽഡ് ചെയ്യാനും നമ്മളുടെ ഡാമേജ് സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും നമ്മുടെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ്സ് നമ്മളുടെ ഏജിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ്. മിക്സ് ചെയ്ത ഈ മിശ്രിതം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ, വാട്ടർ ഒന്നുമില്ലാത്ത നീറ്റ് ആയിട്ടുള്ള സ്റ്റെറിലൈസ് ചെയ്ത കണ്ടെയ്നറിലേക്ക് നമ്മൾക്ക് ഇട്ട് വെക്കാവുന്നതാണ്. നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കാരണം ക്ലൈമറ്റ് എപ്പോഴും മാറി മാറി വരുന്നത് കൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ നിന്നൊരു ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് അത് യൂസ് ചെയ്യുന്നതല്ലാണ്. നമുക്ക് രാവിലെ വെറും വയറ്റിൽ ഇത് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഹണി വേണമെങ്കിൽ മാത്രം ഒഴിക്കാം. വേണ്ടെങ്കിൽ ഹണി അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഒരു 3/4 സ്പൂൺ നമ്മളുടെ ഗ്ലൂട്ടത്തോൺ പൗഡർ ഗ്ലാസ്സിലേക്ക് ഇടാം. അതിലേക്ക് നമ്മൾക്ക് ചെറിയ ചൂടുവെള്ളം, തിളച്ച വെള്ളവുമല്ല ഒരുപാട് ചൂടുള്ള വെള്ളവുമല്ല, ലൂക്ക് വാം വാട്ടർ, ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെറും വയറ്റിൽ ദിവസവും നമ്മൾ കുടിക്കേണ്ടതാണ്. ചെറിയ ചൂടുവെള്ളത്തിൽ തേനും കൂടെ ചേർത്ത് കൊളാജിൻ പൗഡർ മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു രീതിയാണ്. അടുത്തത് നമ്മൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ നമ്മളുടെ കൊളാജിൻ ബൂസ്റ്റർ നമ്മൾക്ക് എടുക്കാം. രാവിലെ വെറും വയറ്റിൽ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഇളനീരാണ്, കരിക്കിൻ വെള്ളമാണ്. കരിക്കിൻ വെള്ളം മിക്സ് ചെയ്തും നമ്മൾക്കിത് കഴിക്കാവുന്നതാണ്. ഇരട്ടി മധുരം നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇരട്ടി മധുരം നമ്മളുടെ കൊളാജിൻ ബ്രേക്ക് ഡൗണിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ഫ്രീ റാഡിക്കൽസിന്റെ ഡാമേജിനെ തടയുകയും പ്രിമച്ചർ ഏജിങ്ങിനെ തടയുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ദേഹത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ തടഞ്ഞ് നമ്മളെ കുറച്ച് സ്ലിം ആക്കി കാണിക്കുന്നതാണ്. ആക്നെ, ഇൻഫ്ലമേഷൻ, സ്കിൻ ഇറിറ്റേഷൻ, റെഡ്നെസ് ഇതിനെയൊക്കെ തടയാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഇരട്ടി മധുരം.
മെനോപ്പസ് പീരീഡിൽ നമുക്കുണ്ടാകുന്ന ഹോർമോണൽ ഇൻബാലൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ലിക്വറൈസ് ഇരട്ടി മധുരം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെല്ലിക്കയുടെ പൊടി വൈറ്റമിൻ സിന്റെ അളവിനെ നമ്മുടെ ശരീരത്തിൽ കൂട്ടുകയും ഇമ്മ്യൂണൽ സിസ്റ്റത്തിനെ നമുക്ക് കൂട്ടിത്തരികയും ഒക്കെ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ആംല പൗഡർ. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചാണ്, മാമിൻ്റെ സ്കിൻ പോലെ വരില്ല എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നാറുണ്ട്, അതിന് സ്കിൻ കെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പിന്നെ വിചാരിക്കും ഇതുപോലെ വരില്ല. സ്കിൻ കെയർ ചെയ്തത് കൊണ്ട് മാത്രമല്ല സ്കിൻ ഗ്ലോ ആകുന്നത്. ഇതുപോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് നമ്മൾക്ക് കുടിക്കുമ്പോൾ നമ്മളുടെ ഗട്ട് ഹെൽത്ത് കൂടുകയും നമ്മൾക്ക് സൗന്ദര്യമുണ്ടാകുകയും, അങ്ങനെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഗട്ട് ഹെൽത്താണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുന്നവരുണ്ടായിരിക്കും, മനസ്സിലാകാത്തവരുണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ അതിനകത്തോട്ട് പോകുന്നില്ല. പല വീഡിയോയിലും പറഞ്ഞില്ല, വാതപിത്ത കഫം നമ്മൾ ബാലൻസ് ചെയ്യണം. അത് നമ്മുടെ ഗട്ടിലാണ് ഏറ്റവും കൂടുതൽ ബാലൻസ് ചെയ്യേണ്ടത്. ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കുന്നതിലൂടെയും നമ്മൾ ഡെയിലി ഒരു ആക്ടിവിറ്റി, അതായത് ഒരു എക്സസൈസ് ചെയ്യുന്നതിലൂടെയും അല്ലെങ്കിൽ വാക്കിംഗ് പോകുന്നതിലൂടെ 30 മിനിറ്റ് ചെയ്താൽ മതി. ഇതിലൊക്കെ കൂടി നമുക്ക് കിട്ടുന്നത് എന്താണ്? നമ്മളുടെ പോയ യുവത്വം തിരിച്ചു കിട്ടുകയാണ്. നമ്മൾ പോയ നാളുകൾ നമുക്ക് തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് ചെയ്യാനായിട്ട് മടിക്കരുത്, കാത്തു നിൽക്കരുത്. തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. ഇതുപോലത്തെ ഡ്രിങ്ക്സ് അടിപൊളിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇതിനൊരു സോർ ടേസ്റ്റാണ്, ബിറ്റർ അല്ലെങ്കിൽ കയ്പ്പാണ്, അല്ലെ ചുവർപ്പ, അങ്ങനെയല്ലേ പറയുന്നത്. അതൊന്നുമല്ല, ഇതിന് നല്ല ടേസ്റ്റാണ്. ഇത് ഒരുപാട് നല്ലതാണ്. ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. അതുകൊണ്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾക്ക് വീണ്ടും കോളേജിൽ പോകാനാണോ? അല്ലെങ്കിൽ നമ്മൾക്ക് വീണ്ടും നമ്മുടെ ബാച്ചിലർ ഡിഗ്രി നമുക്ക് പഠിക്കാനാണോ? അല്ല. നമുക്ക് വീണ്ടും എന്തെങ്കിലും പഴയ പോലത്തെ എന്താ പറയണ്ടേ, നമ്മൾക്ക് അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ സന്തോഷമായിട്ട് നമ്മളുടെ ഏജിങ് പ്രോസസ്സിനെ സ്ലോലി നമ്മുടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലേ? എന്താണെങ്കിലും നമുക്ക് ഏജ് ആകും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ജനിക്കുന്നത് സത്യമാണെങ്കിൽ മരിക്കുന്നതും സത്യമാണ്. അതായത് യുവത്വം എന്നുള്ളത് സത്യമാണെങ്കിൽ നമ്മൾക്ക് കുറേശ്ശെ നമ്മുടെ യുവത്വം നമ്മളിൽ നിന്ന് വിട്ടുപോകും എന്നുള്ളതും സത്യമാണെന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനെ നമ്മൾക്ക് വളരെ ബ്യൂട്ടിഫുള്ളി, എസ്തെറ്റിക്കലി, ഗ്രേസ്ഫുള്ളി നമുക്ക് ചെയ്യാം എന്നുള്ളതും ഒരു സത്യമാണ്. പക്ഷേ നമ്മൾ പുറത്ത് മാത്രം സ്കിൻ കെയർ ചെയ്താലോ ഹെയർ കെയർ ചെയ്താലോ മാത്രം നമ്മൾക്ക് ഇതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ നമ്മൾ അകത്തോട്ടും ഹൈഡ്രേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം, ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം, ബോഡിയെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യണം. ഇപ്പം നമ്മൾക്കൊരു ഫീവറൊക്കെ ഈ ഏജിൽ വരുവാണെന്നുണ്ടെങ്കിൽ കൊളാജൻ പ്രൊഡക്ഷൻ വളരെ റെഡ്യൂസ് ആവും. നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോഴും നമ്മൾക്ക് ഓരോ അസുഖങ്ങൾ വരുമ്പോഴും നമ്മളുടെ ഹെൽത്തും നമ്മളുടെ കൊളാജൻ പ്രൊഡക്ഷനും നമ്മുടെ ബ്യൂട്ടിയും ഒക്കെ പോവും. ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ നമ്മുടെ ഹെയർ ഒക്കെ ഫോൾ ആവും, അല്ലേ? അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വിചാരിക്കും കുറേ നല്ല ഫുഡ് കഴിച്ചാൽ മതി എന്ന്. അത് മാത്രം പോരാ, ഇതുപോലത്തെ ഡ്രിങ്ക്സ് കഴിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും, നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സൂപ്പുകൾ കഴിക്കാം. എല്ല് കൊണ്ടുണ്ടാക്കിയ സൂപ്പുകൾ, ബ്രോത്ത് എന്ന് പറയും, ബ്രോത്ത് കഴിക്കാം. മട്ടൻ്റെ ബ്രോത്ത്, ചിക്കൻ്റെ, അതൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ, നിങ്ങൾ ശീലിച്ചിട്ടുണ്ടോ, അതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കൂടെ ഈ ഒരു ഡ്രിങ്ക് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ കഴിച്ചു നോക്കൂ, അത്രയ്ക്കും നല്ലതാണ്. പിന്നെ നിങ്ങൾ ഈ പൊടികളൊക്കെ എടുക്കുമ്പോൾ മേക്ക് ഷുവർ നിങ്ങൾ നല്ല റിലയബിൾ ആയിട്ടുള്ള കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. എക്സ്പയറി ഡേറ്റ് കഴിയാത്ത സാധനമാണ്. അത് എടുക്കുമ്പോൾ നിങ്ങൾ കൂടെ ഒന്നും കൂടെ റീചെക്ക് ചെയ്ത് നോക്കൂ. അതിനകത്ത് എന്തെങ്കിലും വണ്ടോ പുഴുവോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് റീചെക്ക് ചെയ്ത് നോക്കൂ. വൺസ് ഉണ്ടാക്കി കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാൻ മറക്കണ്ട. കാരണം വെളിയിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ നിന്നൊരു സൗകര്യമുള്ളപ്പോൾ അത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് കണ്ണുടച്ച് നെക്സ്റ്റ് ഡേ എടുത്ത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും തേൻ ഉപയോഗിച്ച ഹോട്ട് വാട്ടറിലോ അല്ലെങ്കിൽ നമ്മൾക്കില്ല ചെറിയ അതുപോലെ നിങ്ങൾക്ക് കരിക്കിൻ വെള്ളം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തോ മാറ്റി കഴിക്കാം. കരിക്കിൻ വെള്ളത്തിൽ തന്നെ കഴിക്കണമെന്നില്ല, നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ എന്നുള്ളത് അതിൽ വെച്ച് കഴിക്കാം. ഇതൊക്കെ കൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലാത്തൊരു ഗ്ലോ ആണ് നമ്മുടെ ഫേസിലുണ്ടാകുക. ഇനി എപ്പോഴും കരിക്കിൻ വെള്ളം ഇത്ര രൂപ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഈ ഇളനീര് കരിക്കിൻ വെള്ളം സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. നമുക്ക് വീട്ടിൻ്റെ വാതിൽക്കൽ കൊണ്ട് രാവിലെ തന്നെ നമുക്ക് എത്ര വേണോ അത്രയും കൊണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അതിന് നമ്മൾ മാസം ഒരു എമൗണ്ട് പേ ചെയ്താൽ മതി. പക്ഷെ അതൊക്കെ സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ എല്ലായിടത്തും എല്ലാവർക്കും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ തേങ്ങ പൊട്ടിക്കുമ്പോൾ തേങ്ങാ വെള്ളം അരിച്ചെടുത്ത് ഉപയോഗിക്കുക. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും, അത് നമ്മളുടെ ഇവിടെ ഉടക്കി എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകാതെ അരിച്ചെടുത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക.
അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആവുകയാണ്. ആരും വന്ന് നമുക്കൊന്നും ചെയ്തു തരില്ല. ഇതൊക്കെയും നമ്മൾക്ക് വേണ്ടി തന്നെ ചെയ്യണം. നമ്മൾ തന്നെ ചെയ്യണം. ആരെങ്കിലും വന്ന് ചെയ്തു തരുമോ? ആരെങ്കിലും ഒരാൾ നമ്മളെപ്പറ്റി ചിന്തിക്കുമോ? തിരിച്ച് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റുള്ളവരെ പറ്റി അവർക്ക് ഇങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മളെപ്പോഴും നമ്മളുടെ കാര്യം എന്നല്ലേ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ കെയർ ചെയ്യണം. ഇത് ആർക്കും പറഞ്ഞു കൊടുക്കണമെന്ന് കൂടിയില്ല. രഹസ്യമായിട്ട് നിങ്ങൾ കഴിച്ചു നോക്കൂ. ഉറപ്പായിട്ടും 15 ഡേയ്സ് കഴിഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളോട് ചോദിക്കും, എന്താണ് ഇത്ര തിളങ്ങുന്നതെന്ന് ചോദിക്കും. സ്കിൻ ഗ്ലോ ആകും എന്നുള്ളതിൽ 100% ഷുവറാണ്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം. അതുപോലെ ഒരിക്കലും നിങ്ങളുടെ കെയർ നിങ്ങൾ എടുക്കാൻ മറക്കരുത്. സ്കിൻ മാത്രമല്ല, ഹെയർ മാത്രമല്ല, അകത്തോട്ടുള്ള കാര്യങ്ങൾ കൂടെ, ഹെൽത്ത് കൂടെ, എക്സസൈസ് കൂടെ, അല്ലെങ്കിൽ ഗട്ട് ഹെൽത്ത് കൂടെ. ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റൊമക്കിൻ്റെ ദഹനം, നമ്മുടെ വയറിൻ്റെ സിറ്റുവേഷൻ, നമ്മളുടെ കോൺസ്റ്റിപ്പേഷൻ, അതായത് കോൺസ്റ്റിപ്പേഷൻ എങ്ങനെയാണ്, നമുക്ക് വയറ്റിൽ ഗ്യാസ് എങ്ങനെ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വാട്ടിക്കോൾ സിംപ്ലി ഐ ക്യാൻ ടെൽ യു ദാറ്റ് ടോയ്ലറ്റിൽ പോകുന്നതൊക്കെ കറക്റ്റ് ആണോ, ഇതൊക്കെ ഗട്ട് ഹെൽത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ മലയാളം വേർഡ് എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അറിയാമായിരിക്കും പലർക്കും, പക്ഷേ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യും. അങ്ങനെ അതൊക്കെയും റെഗുലറായിട്ട് കറക്റ്റായിട്ട് പോകുന്നതിനെയാണ് ഗട്ട് ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും കഴിച്ചാൽ പുളിച്ച് തികട്ടി വരത്തില്ലേ, ഇവിടെ എരിച്ചിൽ വരത്തില്ലേ, അതിൻ്റെ അർത്ഥം നമ്മുടെ ഗട്ട് ഹെൽത്ത് കറക്റ്റ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കറക്റ്റ് ചെയ്യണം. അങ്ങനെ ഗട്ട് ഹെൽത്ത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫേസ് ബ്ലാക്ക് ആകും, നമ്മളുടെ സ്കിൻ ഗ്ലോ ആവത്തില്ല, പെട്ടെന്ന് തന്നെ ചുളിവുകൾ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആവും, നമുക്ക് ഏജ് ഉണ്ടാവും, ഏജിൻ്റെ സയൻസ് ഫേസിൽ കാണിക്കും, മുടി പൊഴിയും. ഇതൊക്കെയും ടോട്ടലി നമ്മളുടെ വയറിൻ്റെ കണ്ടീഷനെ വെച്ചിട്ട് തന്നെയാണ്. എല്ലാ അസുഖങ്ങളും അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അത് മനസ്സിലാക്കുക. അപ്പോൾ അത് കറക്റ്റാക്കാൻ നോക്കുക. അത് കറക്റ്റാക്കാനായിട്ട് ഇതുപോലത്തുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ആയുർവേദ ഫിസിഷ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, എങ്ങനെയാണത് കറക്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് അവർ പറഞ്ഞുതരും. നിങ്ങൾക്ക് ഓപ്പണായിട്ട് പോയി പറയണം, ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കൺസൾട്ട് ചെയ്യാറുണ്ട് ഉറപ്പായിട്ടും. ഇവിടെ കോട്ടയ്ക്കൽ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ അടുത്ത് ഞാൻ ചോദിക്കാറുണ്ട്. നമുക്ക് ഫ്രണ്ട്ലി ടോക്ക് ആകാമല്ലോ, അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ നമ്മുടെ പ്രശ്നങ്ങൾ. ഒരു ഡോക്ടറോട് കൺസൾട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നങ്ങൾ ആ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ പോയി ഇഞ്ചക്ഷൻ എടുക്കുക, മരുന്നെടുക്കുക, അയാൾ പറയുന്ന ടാബ്ലറ്റ് മൊത്തം കഴിക്കുക, അതൊന്നുമല്ല. ജസ്റ്റ് ഡിസ്കസ് വിത്ത് ദ ഡോക്ടർ. ഇതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. അതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അല്ലേ. നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചാനലിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളൊരു ഡോക്ടറോട് ഡിസ്കസ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ. സോ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. അവിടെയാണ് എല്ലാത്തിൻ്റെയും സീക്രട്ട്. നമ്മളുടെ സൗന്ദര്യത്തിൻ്റെയും നമ്മളുടെ കളറിൻ്റെയും നമ്മളുടെ ഫേസ് ക്ലീൻ ആയിട്ടിരിക്കുന്നതിൻ്റെയും ക്ലിയർ ആയിട്ടിരിക്കുന്നതിൻ്റെയും ഒക്കെ. നീ ചിലർ പറയും മേക്കപ്പ് ഇട്ടിട്ടല്ലേ. ഓക്കെ, മേക്കപ്പ് ഇടാറുണ്ട്. മേക്കപ്പ് ഇട്ടാൽ തന്നെ ആ മേക്കപ്പ് ഒന്ന് ഫേസിൽ ഗ്ലോ ആയി കാണണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള സ്കിൻ കറക്റ്റ് ആയിരിക്കണം. അല്ലാത്ത ഒരു സ്കിന്നിൽ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ 5-10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ പാച്ചായിട്ട് അവിടെ ഇരിക്കും അല്ലേ. മേക്കപ്പ് ഇട്ടാൽ തന്നെ മേക്കപ്പിനൊക്കെ പരിധിയില്ലേന്ന് ചോദിക്കുന്ന പോലെ അത് സത്യമാണ്. ഓക്കെ. അതുകൊണ്ട് ഉള്ളിലോട്ടുള്ള ഹെൽത്തും ഗട്ട് ഹെൽത്തും ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക. ഗട്ട് ഹെൽത്ത് എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, നിങ്ങളുടെ സ്റ്റൊമക്കിൻ്റെ കണ്ടീഷനൊക്കെ എന്താണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ഒന്ന് ഗൂഗിൾ ചെയ്ത് വായിച്ചു നോക്കൂ. പിന്നെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേറൊരു ടിപ്പുള്ള നമ്മുടെ പൊക്കിളിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴോ വല്ലോ 1-2 തുള്ളി ആവണക്കെണ്ണ ഒഴിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇമ്പ്രൂവ് ആകാനും നിങ്ങളുടെ സ്റ്റൊമക്കിൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ആകാനും ഗ്യാസ്ട്രിക് പ്രോബ്ലംസും മലബന്ധം അതാണ് വേർഡ്, അതൊക്കെ കറക്റ്റ് ആകാനും ഒക്കെ വളരെ നല്ലതാണ്. ഓക്കെ. സോ എനിക്ക് മറന്നുപോയ കുറേ വാക്കുകളാണ്, പെട്ടെന്ന് സംസാരിച്ച് വരുമ്പോൾ ഓർമ്മ വരും. ഇതൊക്കെയും കറക്റ്റ് ആയിരിക്കണം. നമ്മളുടെ മുഖം പ്രകാശിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മളുടെ മുടി വളരണം എന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് യുവത്വം കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അത്യാവശ്യമാണ്. ഇതിൻ്റെ കൂടെ കുറച്ചൊരു വർക്കൗട്ട്, ഒരു വാക്കിംഗ്, ഒരു 30 മിനിറ്റ്സ് നമുക്ക് വേണ്ടി ഒരു മൂവ്മെൻറ്റ് നമുക്ക് അത്യാവശ്യമാണ്. ഒരിടത്ത് തന്നെ ചടഞ്ഞുകൂടി മൊബൈൽ നോക്കിയിരിക്കാതെ എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ ആൾക്കാരുടെ ആവശ്യമില്ലാത്ത സംസാരത്തിന് ചെവി കൊടുക്കാൻ പോകാതെ നമ്മൾ കുറച്ചൊന്ന് നമുക്ക് വേണ്ടി അവിടെയും കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എന്നെയും നിങ്ങളുടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ തരുന്ന റെസ്പെക്റ്റിനും നിങ്ങൾ തരുന്ന അംഗീകാരത്തിനും നിങ്ങൾ തരുന്ന സ്നേഹത്തിനും ഒക്കെ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു.
അപ്പോൾ എപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ കാണുന്ന വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നവരെ ടേക്ക് കെയർ.